I count it as a privilege that God has given me one more opportunity to be with you all with the word of God this morning. ഞാൻ ദൈവ വചനത്തോടുകൂടി നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത് ഒരു നല്ല സമയമായി ഞാൻ കരുതുന്നു. As I said yesterday, if God willing, I'm hoping that next week I will be able to worship the Lord together with everyone in the sanctuary. But today I'm sorry that once again I'm not able to be there, but I'm, but live sharing God's word with you all. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നിങ്ങളോടുകൂടെ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് ലൈവായിട്ട് നിങ്ങളോടുകൂടെ ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ. Before getting into the word of God, I want to remind something to the church. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ദൈവസഭയെ ഓർമ്മിപ്പിക്കട്ടെ. I've often before also I have reminded that the enemy will try to constrain us in some of the areas of our life. ഞാൻ ഇതിനു മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ശത്രു നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളിൽ നമ്മെ ചുരുക്കി നിർത്തുവാൻ ശ്രമിക്കും. He will try to constrain us in some areas because he knows that if he can constrain us in those areas, he can hinder us from moving ahead as the Lord wants us to move ahead. ശത്രു ചില സമയം നമ്മുടെ ചില ഭാഗങ്ങൾ അടച്ചു വയ്ക്കുവാൻ, ചുരുക്കി നിർത്തുവാൻ ശ്രമിക്കും. കാരണം ആ ഭാഗങ്ങളിൽ നമ്മളെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ നമ്മെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് അവനറിയാം. In order to better understand, I would say he will try to limit us in some areas of our life. ചില നമ്മുടെ സ്ഥിതികൾ, ചില സാഹചര്യങ്ങൾ നമ്മളെ കുറച്ച് നമ്മളെ അടച്ചു വയ്ക്കും ശത്രു. One of the area is definitely the prayer life. അതിലൊരു ഭാഗമാണ് പ്രാർത്ഥനാ ജീവിതം. And the another area which is very important is our praise life. മറ്റൊരു ഭാഗമാണ് സ്തുതി, നമ്മുടെ ജീവിതത്തിലെ സ്തുതി ഉയർത്തുന്നത്. And the other area is the fact about fellowship. കൂട്ടായ്മ മറ്റൊരു അനുഭവമാണ്. And there are many areas like that, but let me just tell you that one of the area where he will try to constrain us is in the area of praise life. ഇങ്ങനെ പല മേഖലകളുണ്ട്, എന്നാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്തുതിയുടെ ജീവിതം, സ്തുതിയുടെ അനുഭവം. And I think I have spoken about it in the past, but let me remind you that if we are not able to praise God, there are many things which comes as a hindrance in our life. ഞാൻ ഇതിനു മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. എന്നാൽ ദൈവത്തെ നമുക്ക് ശരിയായി സ്തുതിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റു പല ഭാഗങ്ങളിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. Personally, as an individuals, we should be able to praise God in our personal lives. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. And there should be an experience when we come together as a church, we should be able to praise God together. നാം സഭയായി കൂടി വരുമ്പോൾ നമ്മുടെ ആ കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. Let me tell you, singing is not a performance. ഞാൻ പറയട്ടെ, പാടുന്നത് അത് ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല. Singing is not a formality. There is no written rule that we need to have a couple of songs or 3 songs in a worship service. അത് ഒരു ഭംഗിക്കായി ഒരു പ്രത്യേകം രീതിയിൽ ഒരു ക്രമപ്രകാരം ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. There is no rule that you have to have this number of songs and this number of things. There is nothing written like that. 2 പാട്ട് പാടണം, 3 പാട്ട് പാടണം എന്നൊരു ക്രമത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല പാട്ടുകളെ കുറിച്ച്. But the intent is so that we can be led into a meaningful time of praises and adoration in the presence of the living God. എന്നാൽ അതിന്റെ കാരണം ഇതാണ്, അതിന്റെ സത്യാവസ്ഥ ഇതാണ്. പാട്ടുകൾ പാടുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് സ്തുതികൾ ഉയർത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം, അതിന് കഴിയണം. Let me tell you, it doesn't matter whether we have the talented number 1 singer out there or not. What matters is the presence of the living God is in our midst. ഏറ്റവും നല്ല പാട്ടുകാരൻ, ഒന്നാമത്തെ പാട്ടുകാരൻ നമ്മുടെ കൂടെ ഉള്ളതല്ല അതിന്റെ വിഷയം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. It doesn't matter who is playing the guitar. It doesn't matter who is leading the song. The presence of the living God, if it is in our midst, we should be able to rise above our circumstances and we should be able to praise Him because He alone is worthy of praise and adoration. ഏറ്റവും നല്ല ഗിറ്റാറുകാരനുണ്ടോ, ഏറ്റവും നല്ല പാട്ടുകാരനുണ്ടോ, പാട്ടുകാരിയുണ്ടോ എന്നുള്ളതല്ല. എന്നാൽ നമ്മുടെ സാഹചര്യത്തിന്റെ മുൻപാകെ, സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം.
Let me remind you, church, our praise life is not tied to an individual performer. Our praise life should be tied to the experience we have in the presence of the living God. നമ്മുടെ സ്തുതിയുടെ ജീവിതം അതൊരു പാട്ടുകാരനെയോ ഒരു പാട്ടിനെയോ അപേക്ഷിച്ചാകരുത്. എന്നാൽ ദൈവസന്നിധിയിൽ, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വെച്ചായിരിക്കണം ആ ദൈവമായിട്ടുള്ള അനുഭവം. Because when we start praising God, the chains will start loosening up. ദൈവത്തെ നാം സ്തുതിച്ചു തുടങ്ങുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു തുടങ്ങും. When we start praising God, there will be shift happening in the supernatural realm. ദൈവികമായ തലത്തിൽ, ആത്മീകമായ തലത്തിൽ നാം സ്തുതിക്കുമ്പോൾ അതിന് ഇളക്കം പറ്റും, അതിന് മാറ്റങ്ങൾ സംഭവിക്കും. When we praise God, we will be able to see the deliverance happening in the realms where we are not able to see otherwise. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധാരണ രീതിയിൽ കാണുവാൻ കഴിയാത്ത തലങ്ങളിൽ വിടുതൽ, ബന്ധനങ്ങൾ അഴിയുന്നത് നാം സ്തുതിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. This morning in my spirit, I feel that the church has constrained itself in the praises, the corporate praises. Can we all open up our mouth and praise God for a few moments there? ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്നു, നാം സഭയായി ഒന്നിച്ച് നമ്മുടെ ആ സ്തുതിയുടെ ജീവിതം നാം ചുരുങ്ങി വച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വായുകളെ ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? Can we just praise God for a few moments over there, even though I cannot hear, but I want you to raise up your voice and praise God, because when we praise God, supernatural things are going to happen. നമുക്ക് ചില നിമിഷങ്ങൾ ഉപയോഗിച്ച് എടുത്ത് ദൈവത്തെ സ്തുതിക്കാമോ? എനിക്ക് നിങ്ങളെ കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ദൈവത്തെ സ്തുതിക്കുവാൻ ഈ സമയം എടുക്കുക. കാരണം ആത്മീയ തലത്തിൽ അതിന് ഇളക്കം സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Church, open up your mouth and praise God. Hallelujah. സഭയെ വായുകളെ ഉയർത്തി നമ്മുടെ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. Let's praise God for a few moments here. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. Amen. Hallelujah. Because hallelujah, when we praise God, the walls of Jericho will come down. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. സ്തുതിക്കുമ്പോൾ യെരിഹോ മതിലിടിയും. When the enemy, hallelujah, comes against us, there is one thing we can do. We can praise our God, and we will see the schemes of the enemy, hallelujah, and then the things which he is planning, they are demolished in the presence of the living God. നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. ശത്രു നമുക്കെതിരെ വരുമ്പോൾ, ശത്രുവിന്റെ കെണി നമുക്കെതിരെ വരുമ്പോൾ, ശത്രുവിന്റെ സ്കീംസ് നമുക്കെതിരെ വരുമ്പോൾ അത് തകരുന്നത്, അത് മറിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. Hallelujah. Jesus, we thank you, Jesus. Amen. Glorify your name, O Lord. Hallelujah. കർത്താവേ, അവിടുത്തെ മഹത്വം, കർത്താവേ, മഹത്വം, മഹത്വം. Praise you, Lord, we praise you, Lord, we praise you. Hallelujah. കർത്താവേ, സ്തോത്രം. We thank you, Jesus. Amen. We thank you, Jesus. We thank you, Jesus. നന്ദി രാജാവേ, നന്ദി കർത്താവേ, സ്തോത്രം. Hallelujah. Hallelujah, hallelujah, hallelujah. We give you the honor and glory. We give you praise, Lord. Hallelujah, hallelujah. We worship you, Lord. We praise you, Jesus. കർത്താവേ, ഞങ്ങളൊക്കെ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah, hallelujah. കർത്താവേ, സ്തോത്രം. We praise you, Jesus. Hallelujah, സ്തോത്രം. Let me tell you once again, songs are important, preaching is important, everything is important, but equally important is the praises of God, us praising God together when we gather in the presence of the Lord. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, പാട്ടുകൾ പ്രധാനമാണ്, സന്ദേശം പ്രധാനമാണ്, എന്നാൽ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമായ വിഷയമാണ്. You have to keep up the spiritual atmosphere within the church. ആത്മീക അന്തരീക്ഷം നമുക്ക് അത് നിലനിർത്തണം നാം. And for that, nobody else is going to come. We have to, when we gather together, we need to surrender ourselves in the presence of the Lord, and we need to praise God. അതിന് മറ്റാരും വരികയില്ല, നാം തന്നെ ദൈവത്തെ സ്തുതിക്കണം. ഒന്നിച്ചു കൂടി വരുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ടെന്ന് അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം നാം. Bible tells the dead are no more praising God, but who are praising God? The one who is alive, they are the ones who praise God. വചനം പറയുന്നത് മരിച്ചവർ ദൈവത്തെ മൗനതയിലായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നില്ല, എന്നാൽ ജീവനുള്ള നാം ദൈവത്തെ സ്തുതിക്കുന്നു. If one more day God has given us to praise Him, come to the church together, stand upon our feet. Let me tell you, it is a privilege. Make sure that you are praising God and you are not wasting this day. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയെങ്കിൽ, ദൈവസന്നിധിയിൽ വന്ന് നമുക്ക് കാലുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം അവസരം തന്നുവെങ്കിൽ അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് കരുതി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. We don't know how many days we will get in this world. ഇതുപോലെ എത്ര ദിവസങ്ങൾ ഇനി നമുക്ക് കൂടുതൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. We don't know how many opportunities we will get. ഇതുപോലെ എത്ര അവസരം നമുക്ക് ലഭിക്കുമെന്ന് അറിയില്ല.
Last time when I spoke, I said every day is a gift from the Lord. അവസാനം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നൽകുന്ന ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. Every day is a gift from the Lord. ഓരോ ദിവസവും ദൈവം നൽകുന്ന ദാനമാണ്. Every day given by the Lord is not a day for us to be lethargic about it, but we need to be enthusiastic about that day. ദൈവം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും ആ ദിവസം ഉഴപ്പ് കാണിച്ചിരിക്കുവാനല്ല, എന്നാൽ ദൈവത്തിനു വേണ്ടി ഊഷ്മളതയോടുകൂടെ നിൽക്കുവാൻ വേണ്ടി ആണ്. We need to do the best we can do. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിന്റെ ഏറ്റവും നല്ലത് നാം ചെയ്യണം. We have to give the best we can give to the Lord. നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് ദൈവത്തിന് നൽകണം. We need to serve him the best way we can serve him. നമുക്ക് ദൈവത്തെ നാം സേവിക്കുവാൻ കഴിയുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ സേവിക്കണം. Because a time is going to come when we will not be able to do what we want to do. ഒരു നാൾ വരും നമുക്ക് നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരു ദിവസം. I am telling you from my experience. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. There were many weeks in the past when I was on the bed. I could not come to the church. I could not do anything. I could not speak. I could not preach. Nothing. I was on the bed, or I was like constrained in many ways. കഴിഞ്ഞ ചില ആഴ്ചകൾ എനിക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാനോ നിങ്ങളോട് ഒപ്പം കൂടി നിങ്ങളുടെ മധ്യേ വന്ന് ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാതെ കട്ടിലിൽ കിടന്ന അനുഭവങ്ങൾ, ചുരുക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. But let me tell you, if God gives you one opportunity, use it to the best of your ability. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കുക. And this is just a word of encouragement I wanted to share with you before I get into the word this morning. ഇന്ന് വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ വേണ്ടി ഞാൻ എടുത്ത നിമിഷങ്ങളാണ്. Sometimes when I'm following the worship, I feel like it comes to a sudden stop and there is no praises arising. Maybe it's there, I'm not hearing it. But I want to encourage you, church. Our church cannot be constrained in this area. We need to be a congregation who moves forward and who are bold enough to worship the Lord and praise him without any reservation. എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, നാം ചിലപ്പോൾ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നിന്നു പോകുന്ന ഒരു അവസ്ഥ. എന്നാൽ അങ്ങനെയല്ല, ദൈവസഭ ഒന്നിച്ചു കൂടി വരുമ്പോൾ ദൈവത്തിനു വേണ്ടി മുന്നോട്ട് നീങ്ങണം, ഇനിയും സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആ സ്തുതിക്കൊരു അവസാനം, ഒരു ഒടുക്കം വരരുത്. Let me turn your attention to the book of Philippians chapter 3 verses 10 and 11. That's what I want to read this morning in the beginning. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കട്ടെ. It says that I want to know Christ. Yes, to know the power of his resurrection and participation in his sufferings, becoming like him in his death, and so somehow attaining to the resurrection from the dead. കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവിടുത്തെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. This morning I want to talk to you about knowing Christ. ഇന്ന് പ്രഭാതത്തിൽ ക്രിസ്തുവിനെ അറിയുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. And some of you may just ask me this question. We know Christ, that's why we are here. ചിലർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമായിരിക്കും, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാം, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. Otherwise we would not have been here. We would not be listening to what you are saying. We know Christ, that's why we are here. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയില്ലായിരുന്നു. അത് ക്രിസ്തുവിനെ അറിയുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. But I want to talk to you about a man who have done a lot of things for the Lord. ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ കുറിച്ച് പറയട്ടെ, ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിച്ച ഒരാൾ. And I am 100% sure that no one who is listening to me has done anything more, has done more than what he has done. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന ആരും ഈ വ്യക്തിയേക്കാൾ കൂടുതൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന്. Might have done a lot of ministry, whatever, but I will tell you, you have not reached even 10% of what this person has done. നിങ്ങൾ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാൽ ഈ പറയുന്ന വ്യക്തിയുടെ ഒരു 10% പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. Nobody else. Apostle Paul. വേറെ ആരുമല്ല, അപ്പോസ്തലനായ പൗലോസ്. And this Philippians is an epistle he wrote from the prison. It's one of the prison epistles. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അത് കാരാഗ്രഹത്തിൽ നിന്ന് താൻ എഴുതിയ ഒരു ലേഖനമാണ്, ഒരു കാരാഗ്രഹ ലേഖനമാണ്. And in this epistle he talks about his goal of life. What is the goal he has in his life? തന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് താൻ ഈ ലേഖനത്തിൽ അറിയിക്കുന്നു. I'm not going to get into many of the things, but one thing he says is that I want to know Christ. That's what he says in this portion we have read here.
എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ കടങ്ങുന്നില്ല. എന്നാൽ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതിനെക്കുറിച്ച് താൻ ഈ ഭാഗത്തിൽ എഴുതി പറയുന്നു. When you look at Paul, he established so many churches, including this church in Philippi, which was established during one of his missionary journeys, which is recorded in the book of Acts. പൗലോസിന്റെ ജീവിതം നാം പഠിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നല്ലോ, താൻ വളരെ അനേകം സഭകൾ താൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊരു സഭയാണ് ഈ ഫിലിപ്പിയിലെ സഭ. And he faced a lot of persecution problems while he was doing the ministry, and he was trying to go from one place to another and share the gospel and establish churches. He encountered many challenges in his life. താൻ ഈ സുവിശേഷം അറിയിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ താൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, പീഡനങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട്. And this particular place is very famous because he ended up in the jail. And in the jail there was this great thing which happened. There was an earthquake. He was praising God along with Silas, and we all know that about the story of what happened in Philippi. ഈ ഫിലിപ്പിയിലെ ഈ ഒരു സ്ഥലം വളരെ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. താൻ ജയിലിൽ കാരാഗ്രഹത്തിൽ അകപ്പെടുകയും ശീലാസിനോടൊന്നിച്ച് താൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭൂകമ്പമുണ്ടായി, എല്ലാം ഇളകുന്നത്, താൻ വിടുവിക്കപ്പെടുന്ന നമുക്ക് ആ കഥ അറിയാമല്ലോ. And there is in different places wherever Paul went, there were many wonderful things which God did through his life and his ministry. ഇതുപോലെ പൗലോസ് പോയ പല സ്ഥലങ്ങളിൽ, താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ ഒരുപാട് വൻ കാര്യങ്ങൾ പൗലോസിലൂടെ ദൈവം പ്രവർത്തിച്ചു. But as he is coming towards the end of his life, തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ he is not in a very good place. താൻ ഒരു വലിയ നല്ലൊരു സ്ഥലത്തല്ല താൻ ആയിരിക്കുന്നത്. He's in a prison now. താൻ ഒരു കാരാഗ്രഹത്തിലാണ്. Some of us may say that's not fair because he has done so many things for the Lord, and he has done so many things. He cannot be in a jail. He should be in a good place. He should be maybe a chief pastor, center pastor somewhere. He should be in a better place. ചിലർ തന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയുമായിരിക്കാം, താൻ ഇത്രയും വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു. തന്റെ ജീവിതത്തിന്റെ അവസാനം താൻ ഒരു സുഖമുള്ള ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആകണമല്ലോ, ഒരു സെൻട്രൽ പാസ്റ്ററായിട്ട് ഒരു സുഖത്തോടുകൂടി ജീവിക്കുന്നതായിരുന്നേനെ നല്ലതെന്ന് നാം ചിന്തിക്കാം. That's how we think of a lot of things in life. ജീവിതത്തിലെ പല കാര്യങ്ങളും നാം അങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. We think that if there was somebody who has gone through hardship or some kind of trouble, we want them to have the best comfort, and we want them to have the best of the life, as things comes to an end. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രയാസത്തിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാനം നല്ല സുഖമായിരിക്കണം എന്ന് നാം ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. Sometimes we hear about people who have been faithfully serving the Lord and who have did a lot of things for the Lord, and they end up in suffering or hardship towards the end of their life. And do you know what is the thing which comes into our mind? നാം പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ജീവിതം മുഴുവൻ നല്ല സമയമൊക്കെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ജീവിതത്തിന്റെ അവസാനവും വളരെ കഷ്ടതയും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന അങ്ങനെയുള്ളവരെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ നാം എന്താണ് ചിന്തിക്കുന്നത് അറിയാമോ? Somewhere deep in our mind, we think, did he do anything wrong? Did they do any sin? Or what really happened? Why this is not fair? If they would have faithfully followed God, things would have been in a better place. Things would not have come like this. That's what we normally think in our own minds. ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് നാം ചിന്തിക്കും, ഈ വ്യക്തി തന്റെ ജീവിതത്തിൽ എവിടെയോ എന്തോ ഒരു പാകപ്പിഴ പറ്റിയിട്ടുണ്ട്, താൻ ഏതോ ഒരു പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സാധാരണ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ താൻ ഒരു നല്ല സ്ഥാനത്തായിരിക്കുമായിരുന്നല്ലോ എന്ന്. If we measure that way, Apostle Paul, we would have a lot of questions which nobody can answer, because towards the end he ended up in jail and he became a martyr for Christ. He was killed for the sake of the gospel. അതേ തലത്തിൽ നാം അപ്പോസ്തലനായ പൗലോസിനെയും നാം അളക്കുകയാണെങ്കിൽ നാം ചിന്തിക്കും, തന്റെ അവസാനവും ശരിയല്ല, തന്റെ പ്രയാസത്തിലൂടെ കടക്കുന്നു, കാരാഗ്രഹത്തിലായിരിക്കുന്നു, അവസാനം താൻ ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീർന്നല്ലോ എന്ന്. If you look at Stephen, if you look at Peter, if you look at all the great men, even one whom we find in the Bible, we will all have a big trouble in reconciling all those things, because they all gave up their life in the end for the sake of Christ. അതേ ചിന്തയിലൂടെ നാം കാണുകയാണെങ്കിൽ സ്തേഫാനോസ്, പത്രോസ്, ഇതുപോലെ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിച്ച പലരുടെയും അവസാനം നല്ലതായിരുന്നില്ല. നാം ചിന്തിക്കും, എവിടെയോ എന്തോ പാകപ്പിഴയുണ്ടല്ലോ എന്ന്. Let me say that it is not according to what we define as a good ending, because we have our own ideas about what a good ending should be.
എന്നാൽ നാം ചിന്തിക്കുന്നതല്ല പലപ്പോഴും നല്ലൊരു അവസാനം. നമ്മുടെ മനസ്സിലെ ചിന്തകൾ അതിന്റെ അങ്ങനെ ആയിരിക്കുകയില്ല നല്ലൊരു അവസാനം. So Apostle Paul, now he's in the jail. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിലാണ് ഇപ്പോൾ. And he's awaiting his sentence. He's, in after some time, he's going to be, he's not going to go back, or he's going to be killed for the sake of the gospel. That's going to happen in the end. തന്റെ ശിക്ഷയെ കാത്ത് താൻ ഇരിക്കുകയാണ്. തനിക്കറിയാം തന്റെ അവസാനം താൻ മരണപ്പെടുമെന്ന് തനിക്കറിയാം. But here in chapter 3, when we start, he says, brothers and sisters, rejoice in the Lord. And then he says to write to you again, and it is no trouble for me to say that rejoice in the Lord. That's what he is telling. He's encouraging people. എന്നാൽ ഈ മൂന്നാം അധ്യായം ഫിലിപ്പിയർക്കെഴുതിയ മൂന്നാം അധ്യായത്തിന്റെ തുടക്കം നാം വായിക്കുമ്പോൾ താൻ പറയുന്നു, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കുവീൻ. ഈ സാഹചര്യത്തിലും തനിക്ക് സന്തോഷിക്കുവീൻ എന്ന് പറയാൻ സാധിക്കുന്നു. Chapter 4 verse 4 also reminds, and he says, rejoice in the Lord. Again I say rejoice. ഈ നാലാം അധ്യായം 4-ാം വാക്യത്തിലും താൻ ഇങ്ങനെ തന്നെ എഴുതുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. And the circumstances are not suitable according to a human perspective for Paul to say rejoice. He could have said, I am in, for what reason I don't know, I am in jail and God has not rescued. There are humanly speaking, there are many things which Paul could have said during that time. മാനുഷികമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പൗലോസിന്റെ ഈ ഒരു സാഹചര്യം അത്ര നല്ലതല്ല. താൻ കാരാഗൃഹത്തിലായിരിക്കുന്നു, എന്നാലും തനിക്ക് എങ്ങനെ പറയുവാൻ സാധിക്കുന്നു വീണ്ടും വീണ്ടും സന്തോഷിക്കുവാൻ തനിക്ക് എങ്ങനെ സാധിക്കുന്നു? See, many times we rejoice based on our circumstances. If circumstances are good, we rejoice. If circumstances are not that great, we will not rejoice. പലപ്പോഴും നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമുക്ക് സന്തോഷിക്കുവാനോ സന്തോഷിക്കാതിരിക്കാനോ പറ്റാതിരിക്കുന്നതും. സാഹചര്യങ്ങളെ നോക്കിയിട്ടാണ്. നല്ല സാഹചര്യമാണെങ്കിൽ നമുക്ക് സന്തോഷിക്കുവാൻ പറ്റുന്നുള്ളൂ. If a small problem comes, that is enough to drag all our energy down, and we will not be able to rejoice in the presence of the Lord. ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മതി, നമ്മുടെ സന്തോഷം അത് ഇടിഞ്ഞ് താഴെ പോയി ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ കഴിയാതെ വരുന്നത്. Sometimes when people come to the church, some days they are very happy, they are rejoicing, they are all fully enthusiastic, and some other days they will come and they will stand as if something terrible has happened to them. ചിലർ ദൈവസന്നിധിയിൽ സഭയിൽ വരുമ്പോൾ ചില ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടു കൂടി ആയിരിക്കും, എന്നാൽ ചില ദിവസങ്ങൾ വരുമ്പോൾ വിഷമിച്ച് മുഖം വാടിയായിരിക്കും. And you ask them what happened, അവരോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, and most of the time if they sincerely answer, you will understand that something changed in their circumstances, something has happened, and that is the reason why they are not able to rejoice in the presence of the Lord. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ സത്യസന്ധമായ ഉത്തരം പറഞ്ഞാൽ അവർ പറയും, അവരുടെ സാഹചര്യത്തിൽ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു, അത് കാരണം ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. Why do we do like that? I tell you, when our hope is more on this world and our expectation is more from this world, our rejoicing experience will change based on our circumstances. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറയട്ടെ. നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ നാം വയ്ക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളിലാണെങ്കിൽ അങ്ങനെ സാഹചര്യം മാറുമ്പോൾ നമ്മുടെ സന്തോഷവും മാറും. If our hope is everything in this world, I tell you, we will be changing our mood, our worship mood will change. Our worship experiences will change based on our circumstances. നമ്മുടെ ഈ ലോകത്തിലാണ് നാം പ്രത്യാശ വയ്ക്കുന്നത്, നാം ആശ്രയിക്കുന്നതെങ്കിൽ ആ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ സ്തുതിക്കുന്നതിന്റെയും നാം ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്നതിനും വ്യതിചലനം ഉണ്ടാകും. Because when something goes wrong in this, according to this world, our circumstances, something goes wrong, we will be all lost and we will be thinking, oh, what is going to happen? And our mind will be preoccupied by the thought of how are we able to overcome this, and we will be dragged down in our praise life and in our spiritual life. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിലും വന്നാൽ നമ്മുടെ ചിന്ത മുഴുവൻ അവിടെയായിരിക്കും. അതെങ്ങനെ ശരിയാക്കും, അതെങ്ങനെ നന്നാക്കി എടുക്കുമെന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു മനസ്സ് ആ വഴിക്ക് തെറ്റിപ്പോകുമ്പോൾ ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും. See, our God is faithful. He has never changed in our life. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ താൻ ഇതുവരെ ഒരിക്കലും മാറിയിട്ടില്ല. He is an unchanging God. He is the same yesterday, today and forever. ദൈവം മാറാത്ത ദൈവമാണ്. ഇന്നും ഇന്നലെയും നാളെയും ദൈവം അനന്യൻ തന്നെ.
Who has changed? I always say we have changed. ആരാണ് ഇവിടെ മാറിയത്? നാം ഓരോരുത്തരും. But sometimes when we come to the presence of the Lord, our praises, our thankfulness, everything is dictated by the external circumstances we go through in our lives. എന്നാൽ ചിലപ്പോൾ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം സ്തുതിക്കുന്നത് നമ്മുടെ നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം അനുസരിച്ചായി പോകും. And when the circumstances are bad, we are we are not able to praise God. And when the circumstances are good, we praise God. ജീവിത സാഹചര്യങ്ങൾ മോശമുള്ളതായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നില്ല, എന്നാൽ അത് നന്നായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. I'm not trying to say that our circumstances will not change our emotions. That is true. But at the same time, when we are in the presence of the Lord, we should be able to move beyond, and we should be able to praise Him for who He is. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ മാനസിക അവസ്ഥയ്ക്ക് വ്യതിചലനം വരികയില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനും അപ്പുറമായി ദൈവം ആരെന്നറിഞ്ഞ് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കണം. Here Paul says, rejoice in the Lord. Again I say, I have no problem in telling you, rejoice in the Lord. പൗലോസ് വീണ്ടും അവിടെ പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവീൻ. അതെ, എനിക്കത് വീണ്ടും പറയുവാൻ മടിയില്ല. വീണ്ടും കർത്താവിൽ സന്തോഷിക്കുവീൻ. When things go your way, rejoice. When things are not going your way, rejoice in the Lord. കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീങ്ങുമ്പോൾ ദൈവത്തിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് എതിരായി നിൽക്കുമ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുക. When things are as you expected, rejoice. When things are not as you expected, rejoice in the Lord. ജീവിത സാഹചര്യങ്ങൾ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നീങ്ങുമ്പോഴും ദൈവത്തെ സ്തുതിക്കുക. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുക. This is coming from a man of God who has spent years and years in the presence of the Lord and learned a lot of things. And towards the end of his life, he's telling, it is no hardship for me to tell you again. I can tell you again, rejoice in the Lord. That's something you can do. ഇത് പറയുന്നത് മറ്റാരുമല്ല, ദൈവസന്നിധിയിൽ ദിവസങ്ങൾ ചെലവഴിച്ച് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ച ഒരു ദൈവഭൃത്യനാണ് താൻ. തന്റെ ജീവിതത്തിന്റെ അവസാനം പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവീൻ. And he's telling, because there is something to it that we can do when we are in the presence of the Lord. We can rejoice in His presence. താൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ സാധിക്കും. Then Paul talks about something which is very important in the following verses. അടുത്ത വാക്യങ്ങളിൽ പൗലോസ് വളരെ പ്രധാനമായ ചില വിഷയങ്ങൾ പറയുന്നു. He says, I don't have confidence in anything else. എനിക്ക് മറ്റൊന്നിലും വിശ്വാസമില്ല എന്ന് താൻ പറയുന്നു. He talks about the fact that, watch out for those people who try to lead you astray. You have to be careful about such people. നമ്മെ വഴിതെറ്റിച്ച് കളയുന്നവരെ കുറിച്ച് അത് മനസ്സിലാക്കണം, അവരെ അത് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുന്നു. And he says that if there is anyone who has the full reason to put confidence in flesh, it is no one else, it's me, because I was circumcised on the right day, on the 8th day. I was born in the nation of Israel. I was a Benjaminite, and I was born as a Hebrew. And regarding the law, I was a Pharisee. And he goes on and says, from the perspective of regarding zeal, I was persecuting the church. Regarding righteousness, that is in the law, I was blameless. I have a lot of things to claim on my own. പൗലോസ് പറയുന്നു, ഈ ലോകത്തിലുള്ളതിനൊന്നും ആശ്രയിക്കരുത്. എന്നിട്ട് താൻ പറയുന്നു, ആർക്കെങ്കിലും ആശ്രയിക്കുവാൻ, അഹങ്കരിക്കുവാൻ കഴിയുമെങ്കിൽ അത് എനിക്കാണെന്ന് പറഞ്ഞ് താൻ പറയുന്നു, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് പൗലോസ് പറയുന്നു. See, Paul wrote about 13 or 14 epistles. പൗലോസ് 13-14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. He established so many churches. താൻ അനേകം സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. His ministry was a tremendous blessing, and he had the vision from the Lord. താൻ ദൈവത്തെ സേവിച്ചത് അത് വലിയ അനുഗ്രഹമായിരുന്നു. അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹമുണ്ടായി. And once he was taken up to, because of his visions, he was taken up to the third heavens. That's what it says. And he had a lot of experiences like that. വചനം പറയുന്നത് താൻ ദർശനത്തിൽ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതുപോലെ അനേകം അനുഭവങ്ങൾ ഉണ്ടായ പൗലോസ്. But he's telling, I don't have anything to boast. ഈ പൗലോസ് പറയുന്നു, എനിക്കൊന്നും അഹങ്കരിക്കുവാനില്ല.
I don't have anything to claim, from the family side, from my circumcision, time frame, or all those things. I don't have anything to really boast when I look back. പൗലോസ് ഈ പൗലോസ് താൻ പറയുന്നു, എനിക്ക് എൻ്റെ ജീവിത സാഹചര്യമോ എൻ്റെ പാരമ്പര്യമോ ഒന്നും നോക്കിയിട്ട് എനിക്ക് അഹങ്കരിക്കുവാൻ, എനിക്ക് ആശ്രയിക്കുവാൻ ഒന്നുമില്ല. Sometimes if we write one epistle, what is going to happen? ചിലപ്പോൾ നാം ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? Leave alone writing. If we read one epistle, what is going to happen? ഒരു ലേഖനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? Sometimes if we read one epistle, we think that we have gained the whole world. ഒരു ലേഖനം ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കി എന്നുള്ള ഭാവം നമുക്ക് വരികയില്ലേ? But look at Paul. എന്നാൽ പൗലോസിനെ നോക്കുക. He's saying, I am not putting confidence in anything. പൗലോസ് പറയുന്നു, ഞാൻ മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല. And what is he saying now? എന്താണ് പൗലോസ് തുടർന്ന് പറയുന്നത്? But everything that was gain for me, I have considered it to be a loss because of Christ. എങ്കിലും എനിക്ക് ലാഭമായി തോന്നിയതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. Whatever was I considered as gain, now I consider loss for the sake of Christ. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഇപ്പോൾ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. And then he says, what more? I consider everything a loss because of the surpassing worth of knowing Christ Jesus my Lord. എന്നിട്ട് തുടർന്ന് പൗലോസ് പറഞ്ഞു, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. So the fact that when I compare with the fact that I could know Christ, I put everything aside because nothing is worth comparing to the fact of knowing Christ. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്, എനിക്ക് ക്രിസ്തുവിലുള്ള പരിജ്ഞാനം അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റതെല്ലാം അത് ചവറാണ്, അത് ചപ്പെന്ന് താൻ എണ്ണുന്നു. He says, I consider them as garbage. താൻ പറയുന്നു അതെല്ലാം ചപ്പെന്ന് താൻ പറയുന്നു. And then he says, in order to gain Christ, I consider everything else as garbage. മറ്റതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന് പൗലോസ് പറയുന്നു ക്രിസ്തുവിന്റെ പരിജ്ഞാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. And I want to be found in him. ഞാൻ ക്രിസ്തുവിൽ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Not having a righteousness of my own that comes from the law. ന്യായപ്രമാണത്തിൽ കൂടെ വരുന്ന എൻ്റെ സ്വന്തം നീതിയല്ല, but one which comes through faith in Christ, the righteousness that comes from God on the basis of faith. That's what I pursue. എന്നാൽ ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന് അത് നല്ലത് എന്ന് പൗലോസ് എണ്ണുന്നു. ഇവിടെ to know Christ, I consider everything else as rubbish or garbage. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ലഭിക്കുവാൻ അത് നിമിത്തം മറ്റതെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. Yeah, people of God, whatever we may gain in this world, that cannot be compared with the fact that we have the privilege of knowing Christ. പ്രിയ ദൈവജനമേ, ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും അതൊന്നും ക്രിസ്തുവിനെ അറിയുന്നതുമായിട്ട് താരതമ്യം ചെയ്യുവാൻ കഴിയുകയില്ല. I think it was yesterday night I said, in the meeting I said, it is a great privilege that we have received in our life, that we know God. നാം ദൈവത്തെ അറിയുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജ് ആണ്. There are so many people out there who don't want to accept Christ. ഈ ലോകത്തിൽ അനേകം ജനമുണ്ട്, മനുഷ്യരുണ്ട് ദൈവത്തെ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ. Even after receiving the gospel, even after actually understanding a lot of things, they have completely rejected the truths of the gospel and they don't want to follow Christ. സുവിശേഷം കേട്ടതിന് ശേഷവും സത്യം അറിഞ്ഞതിന് ശേഷം പോലും ദൈവത്തെ ത്യജിക്കുന്നവർ, ദൈവത്തെ വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. As you know, a few weeks ago I was reading a literature which talks about what happens in our body, and it was related to the sickness I am going through. ഞാൻ ചില ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ഭാഗം വായിക്കുകയായിരുന്നു. ഞാൻ കടന്നു പോകുന്ന ഈ രോഗവുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച്. And it is like the daily process of what happens in our body. നമ്മുടെ ശരീരത്തിൽ ഓരോ ദൈനംദിനമായി നടക്കുന്ന സംഭവങ്ങൾ. And how the blood is produced, and how the different things are produced, and I was reading that.
ശരീരത്തിലെ ബ്ലഡ് എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതിലുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ വായിക്കുകയായിരുന്നു. And after reading all those things, I put the book down. അത് വായിച്ചതിന് ശേഷം ഞാൻ ആ പുസ്തകം മാറ്റിവെച്ചു. I said like this, ഞാൻ ഇങ്ങനെ പറഞ്ഞു, my God, you are wonderful. You are too complicated. No, you created humans too complicated. എന്റെ ദൈവമേ, അവിടുന്ന് മഹത്വമുള്ളവൻ, അവിടുന്ന് ചെയ്തത് മനുഷ്യന്റെ മനസ്സിന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് അതീതമാണല്ലോ. So a small portion or a small part of this entire body, when I read that, it was too overwhelming for me to even understand that how delicate or how complicated is the whole process which goes on in our body. ഈ ശരീരത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗമെടുത്ത് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ ദൈവം എത്ര മഹാൻ, ദൈവം ഈ ശരീരത്തെ എത്ര ഭയങ്കരമായി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത തലത്തിൽ ദൈവം അനുഭവം തന്നു. My thought went back to the Garden of Eden when God was creating Adam. എന്റെ ചിന്ത ഏദെൻ തോട്ടത്തിലേക്ക് പോയി ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ. I was just thinking how complicated was the whole process. And let me tell you, we should be thankful to God for the fact that every day things are functioning as it should function in our body. ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് എത്ര ഭയങ്കരമായാണ്, എത്ര നന്നായാണ് ഉണ്ടാക്കിയതെന്ന് നാം മനസ്സിലാക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ചൊല്ലി നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. We should just be thankful. God, thank you that this body is working as it should work. എന്റെ ശരീരം അത് പ്രവർത്തിക്കേണ്ടുന്നത് പോലെ പ്രവർത്തിക്കുന്നതിന് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. Because when I try to understand, it is too complicated. അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് അതിനും അപ്പുറമാണ്. And the fact that we were able to believe upon this God and we are able to accept Jesus Christ as our personal Savior, and we could trust Him in Him and everything, when we think about all those things, it's a privilege we have in our life. എന്നാൽ ആ ദൈവത്തെ അറിയുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഓരോ ദിവസവും ജീവിക്കുന്നത് എത്ര നല്ല പ്രിവിലേജ് ഉള്ള ഒരു സമയമാണ്. And so he says, everything I consider as gain once in my life, I consider it as a loss or a garbage for the sake of knowing Christ. എന്നാൽ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായി തോന്നിയതൊക്കെയും ഞാനിപ്പോൾ ഛേദമെന്ന് എണ്ണുന്നു ക്രിസ്തുവിന്റെ പരിജ്ഞാന നിമിത്തം. And he says, I want to know Christ. എനിക്ക് ക്രിസ്തുവിനെ അറിയണം. Yes, I want to know Christ. Yes, to know the power of the resurrection and the participation in His suffering. That's what he says in verse 10. താൻ പറയുന്നത്, എനിക്ക് ക്രിസ്തുവിനെ അറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവത്തോടുള്ള കൂട്ടായ്മയും അനുഭവിക്കണം. Becoming like Him in His death, I want to know Him. മരണത്തോട് അനുരൂപപ്പെട്ട് ക്രിസ്തുവിനെ അറിയണം. What point of time in his life is Paul telling this? പൗലോസിന്റെ ജീവിതത്തിലെ ഏത് സമയത്താണ് താൻ ഇത് പറയുന്നത്? Is he telling this when he was on the road to Damascus? ദമസ്കസിലേക്ക് താൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ? Is he telling when the initial days of his faith? തന്റെ വിശ്വാസ ജീവിതത്തിലെ ആദ്യ ദിവസങ്ങളിലാണോ? No. അല്ല. This is almost towards the end. തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ, after he has accomplished a lot of things, ദൈവത്തിന് വേണ്ടി അധികം പ്രവർത്തിച്ച് അധികം ചെയ്ത് തീർത്തതിനു ശേഷം, he has done lot of things, താൻ അധികം കാര്യങ്ങൾ ചെയ്തു. but now he's telling that towards the end he's telling, I want to know Christ. അവസാന നാളിന്റെ അടുത്തെത്തുമ്പോൾ താൻ പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ അറിയണം. I want to be participating in the sufferings. എനിക്ക് ആ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെടണം. I want to become like Him in His death. എനിക്ക് ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടണം. I want to know the power of the resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അറിയണം. That is what he is telling now. അതാണ് ഇപ്പോൾ പൗലോസ് പറയുന്നത്. But why is he saying that? എന്തുകൊണ്ട് പൗലോസ് അത് പറയുന്നു? Paul came to a realization. പൗലോസിന് ഇത് മനസ്സിലായി, everything in this world is a garbage. ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറുമാണ്. Whatever we gain in this world is a garbage. ഈ ലോകത്തിൽ നാം നേടുന്നതെല്ലാം അത് ഛേദമാണ്. Whatever we can accomplish, it's nothing. ഈ ലോകത്ത് നാം നേടുന്നതെല്ലാം അതൊരു പ്രയോജനമില്ലാത്തതാണ്. In comparison to something else. വേറൊന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ what is it? It is to know Christ. അതെന്താണ്? ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനം.
and to know the power of his resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുന്നത്, when we participate in his suffering, നാം കഷ്ടാനുഭവത്തെ അനുഭവിച്ചറിയുമ്പോൾ ക്രിസ്തുവിന്റെ become like him in his death. ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുമ്പോൾ, not only that, now Paul also makes a statement which really we need to think. അതുമാത്രമല്ല, പൗലോസ് അടുത്ത് പറയുന്ന ഒരു വാചകം നാം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. He says, assuming that I somehow reach the resurrection from among the dead. ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. Somehow I may attain the resurrection from the dead. വല്ലവിധേനയും പുനരുത്ഥാനം പ്രാപിക്കണം മരിച്ചവരിൽ നിന്ന്. Now if you ask Paul, don't you have the confidence that you will have a resurrection from the dead? പൗലോസിനോട് നാം ചോദിക്കുകയാണ്, പൗലോസേ, നിനക്ക് ധൈര്യമില്ലേ നിനക്ക് പുനരുത്ഥാനം പ്രാപിക്കുമെന്ന്? See, he has written so much about resurrection. താൻ പുനരുത്ഥാനത്തെ കുറിച്ച് വളരെയധികം എഴുതിയിട്ടുണ്ട്. Read 1 Corinthians, 2 Corinthians, the epistles, he has got a long chapter about resurrection. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യരൊക്കെ നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിൽ അധികം ഭാഗങ്ങൾ തന്നെ നീട്ടി താൻ എഴുതിയിട്ടുണ്ട് പുനരുത്ഥാനത്തെ കുറിച്ച്. Paul who wrote about the rapture or the coming of Jesus Christ, he wrote about it. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് താൻ എഴുതിയിട്ടുണ്ട്. He spoke about the fact that the people who are alive will be changed. People who died will be transformed. They will be resurrected. All those things. Paul wrote about all those things. പൗലോസ് ഇതിനെ കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. ക്രിസ്തു വരുമ്പോൾ നാം എടുക്കപ്പെടും, രൂപാന്തരം പ്രാപിക്കും. ഇതെല്ലാം പൗലോസ് എഴുതിയിട്ടുണ്ട്. And Paul has given assurance to the churches about the fact that there's the Savior, Jesus Christ, will come back and take them along with them. പൗലോസ് ദൈവസഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്, കർത്താവായ യേശു ക്രിസ്തു താൻ മടങ്ങി വരും, സഭയെ തന്നോടുകൂടെ ചേർക്കും എന്ന് താൻ ഉറപ്പിക്കുകയാണ്. And he has given all those assurance. Now he's telling that somehow I may attain the resurrection from the dead. ഈ ഉറപ്പും ധൈര്യവും നൽകിയ പൗലോസ് പറയുന്നു, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. His desire is that he wants to know Christ. തന്റെ ആഗ്രഹം ഇതാണ്, തനിക്ക് ക്രിസ്തുവിലുള്ള പരിജ്ഞാനം ലഭിക്കണം. He doesn't want to be distracted by anything in this world. ഈ ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളുടെ പിന്നാലെ ഓടുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. He says, I have a lot of things to claim on my own. താൻ പറയുന്നു, ഈ ലോകത്തിൽ എനിക്ക് പല കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. I can claim a lot of things on my own. I can say, when I look at my family, when I look at the fact that, my past, everything, I have a lot of things to tell. എന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ കുടുംബം, എന്റെ പാരമ്പര്യം, ഞാൻ ചെയ്ത ക്രിയകൾ, പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് എനിക്ക് അഹങ്കരിക്കുവാനുണ്ട്, പൗലോസ് പറയുന്നു. Both pre-Christian experience and post-Christian experience, Paul has a lot to say about. ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപും ആയതിനു ശേഷവും പൗലോസിന് വളരെയധികം പറയുവാനുണ്ട്. Before Christ and after Christ, he has a lot of things to claim on his own. ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപും അറിഞ്ഞതിന് ശേഷവും തനിക്ക് ഒരുപാട് പറയുവാനുണ്ട്. He has a big credentials to present in front of us. നമ്മുടെ മുൻപാകെ തനിക്ക് നിരത്തുവാൻ വളരെയധികം നേട്ടങ്ങളുണ്ട്. But Paul says, I consider them nothing when I consider the fact that somehow I may know Christ and somehow I may attain resurrection from the dead. He says it is not worth comparing to anything I can, boast on my own or can say about myself. എന്നാൽ അതെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുന്നത് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ എല്ലാം താൻ ഛേദമെന്ന് എണ്ണുന്നു. This morning, let me ask you, do you really take pride in things you are doing or you have done? ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ദൈവമക്കളെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അഹങ്കരിക്കുന്നവരാണോ? Sometimes, people come after they become a Christian also, or after they come to Christ, they are so proud and they have pride about what they did before they came to Christ and what their background was and a lot of things about it. ചിലർ ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷവും അതിനു മുൻപ് അവർ ചെയ്ത വലിയ കാര്യങ്ങൾ അതിനെ വീണ്ടും അത് ഊതിപ്പെരുപ്പിച്ച് പറയുന്നവരുണ്ട്. And there are people who have a lot of things to talk about what they have done or they are doing for the Lord. അതുപോലെ തന്നെ മറ്റു ചിലരുണ്ട്, ദൈവത്തിന് വേണ്ടി അനേകം ചെയ്തവർ, അവർക്ക് ഒരുപാട് പറയുവാനുണ്ട് അവർ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. And they may say, in the 10 years ago or 15 years ago or 5 years ago,
we did this, we did that, and we are great, something we are awesome. That's what they try to say. 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് ഇന്ന കാര്യം ചെയ്തു, അത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. I'm not trying to say that testimonies are bad. Testimonies are really good. They're encouraging. But sometimes we take pride about the fact that what we have gained in this world. സാക്ഷ്യം പറയുന്നത്, സാക്ഷ്യമായിരിക്കുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. സാക്ഷ്യത്തിന് അതിന്റെ സ്ഥാനമുണ്ട്. എന്നാൽ നാം നമ്മുടെ പ്രവൃത്തികളിൽ എത്രമാത്രം അഹങ്കരിക്കുന്നു. Sometimes we really feel like if anybody needs to go to heaven, it's me because of all the things I have done. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്നു എങ്കിൽ ഞാനായിരിക്കണം, കാരണം ഞാൻ ചെയ്ത പ്രവൃത്തികൾ നിമിത്തം. Sometimes we think that when the trumpet blows, I should be the first person to be reporting up there in the mid-air because of everything, great things I have done. ചിലപ്പോൾ നാം ചിന്തിക്കും, കാഹളം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ മേഘത്തിൽ ചേർക്കപ്പെടുന്നതിൽ ആദ്യം എടുക്കുന്നത് എന്നെ ആയിരിക്കും, കാരണം ഞാൻ ചെയ്ത പ്രവൃത്തികൾ മൂലം. Everybody else can follow me, but I should be the first one because of a lot of things I have done. മറ്റുള്ളവരെല്ലാം പിന്നാലെ വരും, എന്നാൽ ആദ്യം ചേർക്കപ്പെടുന്നത് ഞാനായിരിക്കും. We may not think that way. Sometimes our attitudes is like that. നാം ചിലപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ചിന്തിക്കുകയില്ലായിരിക്കും, എന്നാൽ നമ്മുടെ രീതികളിൽ, നമ്മുടെ സ്വഭാവത്തിൽ അത് ചിലപ്പോൾ ഉണ്ടാകും. But look at the humble attitude of Apostle Paul. എന്നാൽ പൗലോസിന്റെ ഈ താഴ്മയുള്ള ആ മനോഭാവം ഒന്ന് നോക്കുക. Remember, accomplishments of Paul cannot be compared with any of our accomplishments. He is up there, somewhere where we cannot even reach. ഓർക്കുക, പൗലോസിന്റെ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് അടുത്ത് വയ്ക്കുവാൻ പോലും കഴിയുകയില്ല. പൗലോസിന്റെ എത്രയോ ഉയർന്നിരിക്കുന്നു. But he says, I consider everything as garbage when I consider the fact that I have the knowledge of Christ. I know Christ. When I look at that factor, I don't consider any of these things as of much value. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ മറ്റതെല്ലാം ഛേദമെന്നെണ്ണുന്നു ക്രിസ്തു യേശുവിലുള്ള പരിജ്ഞാനമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. He says, I left the fact that I was a Pharisee. I left the fact that I was a Benjaminite. I left the fact that I was circumcised on the 8th day. All those things which I could claim, I lost everything for the sake of knowing Christ. താൻ പറയുന്നു, തന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ, താനൊരു നല്ല പരീശനാണ്, താനൊരു എബ്രായനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, എല്ലാം താൻ മാറ്റിവെച്ചിട്ട് ക്രിസ്തു യേശുവിനെ അറിയുന്നതുമായി നോക്കുമ്പോൾ അതെല്ലാം ചപ്പും ചവറും. And then he says very plainly, I want to know Christ. അതിനുശേഷം താൻ വളരെ ലളിതമായി പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ അറിയണം. Yes, to know the power of the resurrection. എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. And participate in his suffering. കഷ്ടാനുഭവത്തോട് അനുഭവം എനിക്ക് ഉണ്ടാകണം. And I want to become like him in his death. ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടണം. The people of God, ദൈവജനമേ, if Christ coming tarries, ക്രിസ്തു വരുവാൻ താമസിക്കുന്നുവെങ്കിൽ what is really going to happen to us? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? Really, a day is going to come when we will say goodbye to everything in this world. ഒരു ദിവസം വരും, ഈ ലോകത്തോട് നാം വിട പറയുന്ന ഒരു ദിവസം. And that is a day which God knows, we don't know. ആ ദിവസം ദൈവത്തിനറിയാം, നമുക്കറിയില്ല. And as I always say, medications can drag you a little bit ahead, but then one day it's going to come when we will remove this tent. We will be out of this tent and we will be gone. മരുന്നുകൾക്കും മറ്റ് വൈദ്യശാസ്ത്രത്തിനും നീട്ടാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു നാൾ വരും ഈ കൂടാരം മാറ്റിവെച്ച് നാം ഇവിടെ നിന്ന് വിട പറയുന്ന ഒരു ദിവസം. And then what is going to happen? അന്ന് എന്ത് സംഭവിക്കും? So once we have gone, the Bible teaches us that there is a resurrection awaiting people of God. നാം അതിനുശേഷം വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുനരുത്ഥാനം കാത്തിരിക്കുന്നു. And what is going to happen is when the trumpet blows, or when Jesus Christ comes, the dead in Christ shall rise. They are going to experience what is called as the resurrection. The same way Jesus Christ was risen from the dead in Christ shall rise that time. വചനം പഠിപ്പിക്കുന്നത് പ്രധാന ദൂതൻ ആ കാഹളം ഊതുമ്പോൾ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ക്രിസ്തുവേശുവിൽ മരിച്ചവർ യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചതുപോലെ അവരും പുനരുത്ഥാനം പ്രാപിക്കും. That is a time when they are going to experience the power of resurrection in their life. ആ സമയത്താണ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അവർ അറിയുന്നത്, നാം അറിയുന്നത്.
If Christ coming tarries and, like let's say Jesus is going to delay his coming for some more time and it passes our time in this world, we all are going to experience that. ക്രിസ്തുയേശുവിന്റെ രണ്ടാം വരവ് അത് കുറച്ചുകൂടെ താമസിച്ചാൽ നമ്മുടെ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതെല്ലാം നാമും അനുഭവിക്കും. We are going to experience the power of resurrection. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നാമും അനുഭവിക്കും. But if Christ coming is before that, എന്നാൽ ക്രിസ്തുവിന്റെ വരവ് അതിനു മുൻപാണെങ്കിൽ Bible teaches us, വചനം പഠിപ്പിക്കുന്നത്, he is going to take his people away. It is called as a transformation is going to happen. താൻ തന്റെ ജനത്തെ താൻ എടുക്കും, അതിന് പറയുന്നത് രൂപാന്തരം പ്രാപിക്കുമെന്നാണ്. First time when Jesus Christ came, ആദ്യം യേശുക്രിസ്തു വന്നപ്പോൾ he came to save the sinners. പാപികളെ രക്ഷിക്കുവാൻ താൻ വന്നു. Now Jesus is going to come for his own people. ഇനി ക്രിസ്തു വരുന്നത് തന്റെ സ്വജനത്തിന് വേണ്ടിയാണ്. Those who are waiting and those who are leading a life faithfully in his presence, he's going to come for them. ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നവർ, വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്കായി ക്രിസ്തു വരും. Bible talks about the fact that Jesus is going to come back for his bride. The church is the bride, and those who are leading a life without blemish, without spot, wrinkle free, and the one who is awaiting his coming, Jesus is going to come back for them. വചനം പഠിപ്പിക്കുന്നത് ക്രിസ്തു തന്റെ മണവാട്ടിക്കായി വരും. സഭയാണ് ആ മണവാട്ടി. എന്നാൽ കറ, വാട്ടം, മാലിന്യമില്ലാതെ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ മണവാട്ടിക്കായി ക്രിസ്തു വരും. ഉഴപ്പന്മാർക്ക് വേണ്ടിയല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും വേണ്ടി എൻ്റെ യേശു കർത്താവ് മടങ്ങി വരുന്നു. Not to the lazy ones, but who are awaiting the appearance of Christ. Today morning, let me tell you, I count now every opportunity I get as a very valuable than I used to count it in the past. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ അത് വളരെ വിലയേറിയതെന്ന് കരുതുന്നു. And this message, this opportunity to preach today, I'm not taking it for granted. I'm just taking this as very valuable time. And before I conclude, I have something very important to tell. Please listen to me. ഈ അവസരം, ഈ സംസാരിക്കുവാൻ ദൈവം നൽകിയ അവസരം ഇത് നിസ്സാരമായി ഞാൻ കരുതുന്നില്ല, വളരെ വിലയേറിയതെന്ന് കരുതുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. Jesus is going to come. യേശു, he's going to come to take the one who are ready for him, who are prepared for him. യേശു മടങ്ങി വരും. താൻ വരുമ്പോൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന മണവാട്ടിയെ എടുത്തുകൊള്ളുവാൻ താൻ വരും. The Bible tells us that we need to be prepared, we need to be ready for his coming. വചനം പഠിപ്പിക്കുന്നത് നാം തയ്യാറുള്ളവരായിരിക്കണം, നാം ഒരുക്കമുള്ളവരായിരിക്കണം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി. We should not be slack in our Christian life. നാം ഉഴപ്പുള്ളവരായിരിക്കരുത്. We should not be showing lack of diligence in our spiritual life. ക്രിസ്തീയ ജീവിതത്തിൽ അതിന്റെ ആ ഒരുക്കവും ആ തിടുക്കവും ഇല്ലാത്തവരായി നാം ജീവിക്കരുത്. We should be prepared every day. നാം എല്ലാ ദിവസവും നമുക്ക് ആ തയ്യാറുണ്ടായിരിക്കണം. Let me tell you again, doesn't matter what we do. What matters is that we have a strong relationship with Jesus Christ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നാം ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്നാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ. We need to do things for the Lord, but at the same time that cannot be at the cost of our personal relationship with Christ. നാം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ട എന്നല്ല, എന്നാൽ അത് നാം ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തെ മാറ്റിവെച്ചിട്ടാകരുത്. Matthew 7 says, I never knew you. Away from evildoers. We read that in the morning, the first service. That should not happen to us, but we should have a strong walk with the Lord in our lives. മത്തായി 7 നാം വായിക്കുന്നു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. നാം ഇന്ന് പ്രഭാതത്തിൽ വായിച്ച വാക്യമാണല്ലോ. ആ ഒരു അവസ്ഥ നമുക്ക് ഇടവരുവാൻ ഇടയാക്കരുത്. Every single day we should be prepared. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം ആ ഒരുക്കം തയ്യാറുള്ളവരായിരിക്കണം. We should be doing everything we need to do, but at the same time preparation should be there. നാം ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെല്ലാം നാം കൃത്യമായി ചെയ്യണം, എന്നാൽ അതോടുകൂടെ തന്നെ ആ ഒരുക്കവും നമുക്കുണ്ടായിരിക്കണം. Our longingness and attachment to the things of this world should reduce, and our longingness and attachment to be with the Lord should be increasing as we see the day approaching. നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യവും ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല, എന്നാൽ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ അന്ത്യനാൾ അടുത്തു വരുന്നു എന്ന് അറിഞ്ഞ് അത് കൂടുതൽ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ നാം ആഗ്രഹിക്കണം. Let me tell you,
I have experienced this in my life. Our life, when it comes to a standstill, we ഞാൻ will പറയട്ടെ not be able to do anything. ഞാൻ പറയട്ടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ജീവിതം ഒരു വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് We will not be able to do anything when it comes to a standstill. നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം എത്തുമ്പോൾ. And all our plans, it will go into the trash. നമ്മുടെ പദ്ധതികൾ, നമ്മുടെ തീരുമാനങ്ങളെല്ലാം അത് ചവറ്റുകുട്ടയിൽ പോകും. And all the big things we may think, it will all, become nothing. നാം ചിന്തിക്കുന്ന വലിയ നാം തീരുമാനിച്ച വലിയ കാര്യങ്ങളെല്ലാം അതൊന്നുമില്ലാതെ ആയി പോകും. We will become helpless at that time. നമുക്കൊരു ശക്തിയില്ലാത്ത ഒരു അനുഭവമായി പോകും. We will not be able to do much at that time. നാം നിസ്സഹായരായി നമുക്കൊന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥ. That has taught me something. ആ സാഹചര്യങ്ങൾ എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു. And that what I learned is that in this world, everything in this world is temporary. This is not going to help us. But one thing which is going to carry us is the great hope we have in Christ. ഈ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികമാണ്, ഒന്നിനും നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മെ ചുമക്കുവാൻ, നമ്മെ മുന്നോട്ട് നയിക്കുവാൻ, നമ്മെ കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. Everything in this world will remain there, but only thing which stands firm and which will be helpful for us is the fact that our hope in Christ and what he has promised us. ഈ ലോകത്തിലുള്ള എല്ലാം അവിടെ നിലച്ചു നിന്നു പോകും, എന്നാൽ ക്രിസ്തു യേശുവിലുള്ള പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിക്കും. What is our job? എന്താണ് നമ്മുടെ നിയോഗം? No, what is our job? Our job in our job, what we do in this world, it has a limitation and it has got all the constraints in this world. ഈ ലോകത്തിൽ നമ്മുടെ ജോലി, നാം ചെയ്യുന്ന ജോലി, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. So the job is not going to save us. നമ്മുടെ ജോലി നമ്മളെ രക്ഷിക്കുകയില്ല. The busyness we have in this world is not going to save us. ഈ ലോകത്തിൽ നാം തിടുക്കം കൂട്ടി ഓടുന്നത് നമ്മെ രക്ഷിക്കുകയില്ല. The things behind which we run is not going to save us. ഈ ലോകത്തിൽ നാം ഓടുന്നത് നമ്മെ രക്ഷിക്കുകയില്ല. Sometimes we may think that, okay, I'm doing great things, I'm doing this, I'm doing that, but let me tell you, I'm making money. All your money is going to be nothing when faced with the realities of life. ചിലപ്പോൾ നാം ചിന്തിക്കും, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു, ഞാൻ അങ്ങനെ ഓടി, ഞാൻ ഈ കാര്യം ചെയ്തു, അങ്ങനെ ചെയ്തു, ഞാൻ വളരെയധികം പണമുണ്ടാക്കി. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ജീവിതത്തിൽ നാം യാഥാർത്ഥ്യങ്ങൾ മുൻപാകെ നിൽക്കുമ്പോൾ ഈ പണം ഒന്നുമില്ലാതെ ആകുന്ന നിമിഷങ്ങൾ വരും. But there is one thing you can do. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, which will go beyond this world. ഈ ലോകത്തിനും അപ്പുറം കടന്നു പോകുന്നത്. That is what you can do for the Lord and the life you lead in the presence of the Lord. ദൈവത്തിനു വേണ്ടി നാം എന്ത് ചെയ്യുന്നു, ദൈവത്തിനു വേണ്ടി നാം എങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നു ഉള്ളതാണത്. Let me repeat and say, lead a regret-free life. നാം ഒരു വിഷമമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിക്കണം. Lead a regret-free life. റിഗ്രറ്റ് ഇല്ലാത്ത ഒരു ജീവിതം. That's something I have learned and I'm telling you, lead a regret-free life. ഞാൻ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, നമ്മുടെ പഴയ കാര്യങ്ങളെ ഓർത്ത് വിഷമമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നത്. If Christ comes tonight, you should be able to go with him without any regret. ഇന്ന് രാത്രി ക്രിസ്തു വരികയാണെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ നാം പോകുവാൻ നാം ഒരുക്കമുള്ളവരാണോ? If the Lord calls you today, you should be able to go without any regret. ഇന്ന് നിങ്ങളെ ദൈവം വിളിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തോടുകൂടെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ നാം ഒരുക്കമുള്ളവരാണോ? We can be regret free only if we are really having that eternal perspective in our life. But many times what happens is, when we take an inventory of our life, we have so many things pending. We will say, Lord, please wait for some more days, give me some more time, I will set certain things in place and in order, and then I can come and see you, but I need some more time. ആ നിത്യതയിൽ പ്രത്യാശ വെച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷമമില്ലാതെ ആ ഒരുക്കമുള്ള ജീവിതം നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നാം ഓരോന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നാം പറയും, കർത്താവേ, കുറച്ച് ദിവസം കൂടെ താമസിപ്പിക്കണമേ, എനിക്ക് ചിലത് കൂടെ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയും നാം. The more we are entangled in this world, we will have a difficulty in facing our Lord Jesus Christ. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നാം കൂടുതൽ മുഴുകി ചേരുമ്പോൾ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിന്റെ മുഖാമുഖം കാണുവാൻ നമുക്ക് പ്രയാസമുണ്ടാകും. The more we have an eternal perspective and we are leading a life awaiting the coming of Christ, I will tell you, we will have less and less attachment in this world.
പ്രത്യാശയെ നോക്കിക്കൊണ്ട് ക്രിസ്തു യേശുവിൽ പ്രിയം വെച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളിൽ നാം അതുമായിട്ട് നാം അനുരൂപപ്പെടുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. Apostle Paul had a regret-free life. അപ്പോസ്തലനായ പൗലോസിന് ഇങ്ങനെ ഒരു തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷമമില്ലായിരുന്നു. He was ready. താൻ ഒരുക്കമുള്ളവനായിരുന്നു. That's why he said, I have finished my race. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഓട്ടം തികച്ചു, I have fought the good fight. ഞാൻ നല്ല പോർ പൊരുതി. Now awaits a crown for me. എനിക്കായി നീതിയുടെ കിരീടം വച്ചിരിക്കുന്നു. Let me tell you, it doesn't matter how long, it doesn't matter what all. What matters is, are you able to say, I have faithfully done, I have faithfully led my life, and I am awaiting my Christ, I am awaiting my Savior, I am leading a life without any regret. That's very important in a Christian's life. എത്ര നാൾ കഴിഞ്ഞു എന്നോ ഇനി എത്ര നാൾ കൂടിയുണ്ട് എന്നുള്ളതല്ല, എന്നാൽ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ വിശ്വസ്തയോട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമമില്ലാത്ത ഒരു ജീവിതം ഞാൻ ജീവിച്ചു എന്ന് പറയുവാൻ, ധൈര്യത്തോടെ പറയുവാൻ, ഒരുക്കത്തോടെ ജീവിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? Let me challenge you again. If he calls you, or if he comes, if he decides to come today, or if he calls you, you should be saying, yes Lord, I am ready, I have no regrets. I won't be standing in front of you like this because I wasted my time. I was lazy. I was lethargic when it came to matters regarding you. No. At that point, you should be able to say, Lord, till today, with the strength you gave me, I did the best I can do. I led a life for you. I'm ready for you. That should be the attitude of a Christian. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ, ക്രിസ്തു യേശു വരികയാണെങ്കിൽ അല്ല നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ മുഖാമുഖം നിന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുമോ? അതോ ജീവിതം അയ്യോ എനിക്ക് വിഷമമുള്ളതാണ്, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ല, ഞാൻ ഉഴപ്പ് കാണിച്ചു, ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം വിശ്വസ്തതയുള്ളതായിരുന്നില്ല എന്ന് പറയുമോ? അതോ ക്രിസ്തുവിനെ നോക്കി ധൈര്യത്തോടെ വിശ്വസ്തയോടെ ഞാൻ പ്രവർത്തിച്ചു, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഞാൻ അങ്ങേക്കായി കാത്തു നിൽക്കുന്നു, ഒരുക്കമുള്ളവളായിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവേ, എനിക്ക് കിട്ടിയ അവസരം അനുസരിച്ച്, കിട്ടിയ ശക്തി അനുസരിച്ച്, കിട്ടിയതെല്ലാം വെച്ച് ഞാൻ ചെയ്യേണ്ടതെല്ലാം കർത്താവെ നന്നായി ഇന്നുവരെയും ചെയ്തു. കർത്താവെ, ആ ഒരു അനുഭവം, ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് ഈ നാളുകളിൽ നമ്മളെ സഹായിക്കട്ടെ. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. Lord, the time that you have given me, I have spent faithfully, sincerely for you. I have worked for you. And I am, can we say that with all boldness because the end days are near? Now Paul writes to the Romans church like this: the night is far over the days at hand. പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയും, രാത്രി കഴിഞ്ഞു പോയി, ഇതാ രാവിലെ ആകാറായിരിക്കുന്നു. The time is at hand when our Lord Jesus is going to come. ഇതാ സമയം അടുത്തു വന്നിരിക്കുന്നു, ക്രിസ്തു യേശു മടങ്ങി വരുവാൻ. Our salvation, our redemption is nearer than when we first believed. നമ്മുടെ രക്ഷ, നമ്മുടെ റിഡംഷൻ നാം ആദ്യം വിശ്വസിച്ചതിന് ശേഷം എത്രയോ അടുത്തിരിക്കുന്നു. Today we are one day closer than yesterday. ഇന്ന് നാം ഒരു നാൾ കൂടി ക്രിസ്തുവിനോട് അടുത്തിരിക്കുന്നു ഇന്നലെയുമായി നോക്കുമ്പോൾ. Let me tell you, today we are 7 days closer than last Sunday. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നിന്ന് 7 ദിവസം നാം കൂടുതൽ ചേർന്നിരിക്കുന്നു നിത്യതയുമായി. If we get one more week, we will be 7 days more closer than today. ഒരു ദിവസം, ഒരാഴ്ച കൂടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും 7 ദിവസം കൂടെ മുന്നോട്ട് നമുക്ക് അടുത്തിരിക്കുന്നു. Let us consider everything as nothing in comparison to knowing Christ. നമുക്ക് മറ്റതെല്ലാം ചപ്പെന്നും മറ്റതെല്ലാം ഛേദമെന്ന് എണ്ണി ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് വളരാമോ? Along with Paul, let us say that I want to know Christ. Yes, I want to experience, I want to know the power of resurrection, and I want to participate in his suffering, and I want to become like him in his death. That is my desire in my life. പൗലോസിനോട് കൂടെ ചേർന്ന് നമുക്ക് പറയാമോ, അതെ, എനിക്ക് ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അത് അറിയണം, ക്രിസ്തുയേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിരിക്കണം, പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്കറിയണം, കഷ്ടാനുഭവങ്ങളോടുകൂടെ കൂട്ടായ്മ, ആ അനുഭവം എനിക്കും ഉണ്ടാകണമെന്ന് നമുക്ക് ചേർന്ന് പറയാമോ? Let me just remind you that when you look around, this world is becoming a difficult place. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നാം നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഈ ലോകം കൂടുതൽ പ്രയാസമുള്ളതായിക്കൊണ്ടിരിക്കുന്നു. The other day I was thinking, there is a beautiful song in English says, this world is not my home, I am just a passer through, my treasures are, you might have heard that song.
I was just thinking, the writer of that song, what was he experiencing when he wrote, "This world is not my home"? ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് അറിയുന്ന പാട്ടുണ്ടല്ലോ, ഈ ലോകം എൻ്റേതല്ല, ഞാൻ ഇവിടെ വെറും ഒരു സഞ്ചാരിയാണ്, എൻ്റെ 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 നിധി അത് നിത്യതയിലാണ് ഇരിക്കുന്നതെന്ന് ആ പാട്ട് നമുക്കറിയാമല്ലോ. ഈ പാട്ടിന്റെ രചയിതാവ് ഇത് എഴുതിയപ്പോൾ എന്താണ് തന്റെ മനസ്സിലൂടെ പോയത്? The other day I was looking at a lot of things which are happening around. I was thinking about it, and I said, Lord, this world is not my home. This world is not my home. This world is not a suitable place anymore. But my treasures are up. And how many of you really realize that in your life? ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണുമ്പോൾ ഈ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഈ ലോകം എൻ്റെ ഭവനമല്ല, ഈ ലോകം എൻ്റെ വീടല്ല, ഇവിടെയല്ല, ഇത് ഞാൻ താൽക്കാലികമായിരിക്കുന്നു, എൻ്റെ നിധി അത് സ്വർഗത്തിലാണ് എന്ന് അത് മനസ്സിലാക്കി എത്ര പേരുണ്ട്? How many of you really realize that this world has become very difficult? You know, we hear about, everywhere there is problem and a lot of things are happening. And I'm not trying to bring a negativity into the fact, but that's the reality of the fact. But in the midst of this, why do we rejoice and why are we still hopeful? It's because this world is not our home. This world is not our home. But we are awaiting something better because we have that great hope in our life. ഈ ലോകത്തെ നോക്കിക്കൊണ്ട് എത്ര പേർ മനസ്സിലാക്കുന്നു ഇത് നമുക്ക് ജീവിക്കാൻ കൊള്ളാവുന്നതല്ല, ഇത് മോശമായി, ഓരോ ദിവസവും ഇത് മോശമായിക്കൊണ്ടിരിക്കുന്നു, ഇത് നമുക്ക് പറ്റുന്നതല്ല. ഇത് നോക്കിയിട്ട് എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും? കാരണം എന്ത്? നമുക്ക് പറയുവാൻ, നമുക്ക് പാടുവാൻ സാധിക്കും, ഈ ലോകം ഇതെന്റെ ഭവനമല്ല, ഞാൻ നിത്യതയ്ക്കായി പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്നു. Sickness, problems, troubles, everything is increasing. But that also tells us one thing, that our redemption is nearer than when we actually believed. രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം കൂടിക്കൂടി വരുമ്പോൾ ഒരു കാര്യം നാം അറിയണം, നമ്മുടെ വീണ്ടെടുപ്പ് അത് നാം വിശ്വസിച്ച നാളിൽ നിന്ന് എത്രയോ അടുത്തിരിക്കുന്നു. When signs are fulfilled, it is an assurance to a child of God that the coming of his Savior is at hand. ലക്ഷണങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ, അത് നിറവേറുമ്പോൾ ഒരു ദൈവ പൈതലിന് മനസ്സിലാക്കണം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു, എൻ്റെ നാൾ അടുത്തിരിക്കുന്നു. When we see problems increasing in many areas of life, that should give us the assurance that